അസ്സലാമലൈക്കും വറഹമത്തുള്ള. 8ാം ക്ലാസ്സിലെ ഗ്രാമർ ചർച്ച. നമ്മൾ 4 പാഠത്തിൽ പറഞ്ഞില്ലേ. ആദ്യം ഫായിൽ എന്താന്ന് പറഞ്ഞു, പിന്നെ മഫ്ഊൽ ബിഹി എന്താന്ന് പറഞ്ഞു, പിന്നെ മുദക്കർ മുഅന്നസ് അത് തന്നെ 3ആയിട്ട് വേർതിരിയും. മുഫ്രദ് ഉണ്ട്, മുസന്ന ഉണ്ട്, ജമ ഉണ്ട്. പിന്നെ ഇസ്മിയ ജുംലയെ പറ്റിയും പറഞ്ഞു. ഇസ്മിയ ജുംല എന്താണ്? ഇസ്മിയ ജുംല ജുംല എന്നാൽ കലാം എന്നാൽ എന്തെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു. ഇനി 5ാമത്താണ് എന്താ അൽ ഇറാബുൽ മുസന്ന, മുസന്നയുടെ ഇറാബ്, അതായത് ദിവചനത്തിൻ്റെ ഇറാബ്. മുസന്ന എന്താണെന്ന് പറയുന്നത്? അൽ മുസന്ന, മുസന്ന എന്ന് പറഞ്ഞാൽ മായദുല്ലു അല സിനൈനി, 2 എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനെ പറ്റിയാണ് എന്ത് പറയുക? മുസന്ന എന്ന് പറയുക. 2 എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നു. റഫുൽ മുസന്ന ബിൽ അലിഫ്, മുസന്നക്ക് ഇറാബ് അലിഫ് കൊണ്ടാണ്. റഫായിരിക്കും മുസന്നക്ക് റഫ് കിട്ടുന്നത് അലിഫ് കൊണ്ടാണ്. നസ്ബുഹു ജറുഹു ബിൽ യായി, അതിന് നസ്ബും ജറും വരുന്നത് യാവ് കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. അല്ലംസ ഉദാഹരണങ്ങൾ. ജാ അർ റജുലാനി, ജാ അർ റജുലാനി, 2 പുരുഷന്മാർ വന്നു. അപ്പോൾ ജാ എന്നുള്ളത് ഫീല് മാദിയായ ഫീലാണല്ലോ, നമുക്കറിയാലോ. അർ റജുലാനി 2 പുരുഷന്മാർ, അത് ഫായിലായിട്ട് വന്നേക്കണം. ഫായിലിന് ഇറാബ് റഫാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ റഫ് എങ്ങനെ കൊടുത്തത്? അർ റജുലാനി എന്നുള്ളത് മർഫൂഅൻ ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ് അവിടെ റഫ് ചെയ്യപ്പെട്ടത്. റജുലാനി എന്ന്, റജുലൻ റജുലാനി എന്ന് പറഞ്ഞത്. ഇനി 2ാമത്തെ ഉദാഹരണം നോക്കുക. അക്രംതു റജുലൈനി, ഞാൻ 2 പുരുഷന്മാരെ ആദരിച്ചു. അക്രംതു എന്നുള്ളത് ഫീലും ഫായിലും ഉണ്ട് അവിടെ. അക്രംതു എന്നാൽ ഫീലും ഫായിലും കൂടിയിട്ടാണല്ലോ, മീറാണ് അവിടെ ഫായിലായി തു അല്ലേ, അക്രംതു. ഇനി അർ റജുലൈനി എന്ന് പറയുമ്പോൾ 2 പുരുഷന്മാരെ ഞാൻ ആദരിച്ചു. അപ്പോൾ അവിടെ റജുലൈനി എന്നുള്ളത് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നു. ഞാൻ ആദരവ് ആർക്കുണ്ടായത്? റജുലൈനിക്കാണ് കിട്ടിയത്. അപ്പോൾ അവിടെ പ്രവൃത്തി സംഭവിച്ചത് ആരുടെ മേലെ? ആദരവ് എന്ന പ്രവൃത്തി സംഭവിച്ചത് റജുലൈനിക്കാണല്ലോ. അപ്പോൾ അത് മഫ്ഊല് കർമ്മമാണ്, മഫ്ഊൽ ബിഹി ആണല്ലോ. മഫ്ഊൽ ബിഹിക്ക് ഇറാബ് നസ്ബാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അർ റജുലൈനി ഒന്ന് മൻസൂബൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ് ബിൽ യായി, യാവ് കൊണ്ടാണ് നസ്ബ്. അപ്പോൾ തസ്നിയക്ക് അവിടെ നസ്ബ് കൊടുക്കുക യാവ് കൊണ്ടാണ്. ഇനി ഖദ്ദംതു തആമലി റജുലൈനി, 2 ആളുകൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം മുന്തിച്ചു അല്ലേ. ഖദ്ദംതു തആമ, ഞാൻ മുന്തിച്ചു അത്തആമ ഭക്ഷണത്തെ. ലിർ റജുലൈനി 2 ആളുകൾക്ക് വേണ്ടി, 2 പുരുഷന്മാർക്ക് വേണ്ടി. അപ്പോൾ ഖദ്ദംതു എന്നുള്ള ഫീലും ഫായിലാണ്. അത്തആമ, ആ തആമ എന്നുള്ള മഫ്ഊൽ ബിഹി ആണല്ലോ, ഭക്ഷണത്തെ ഞാൻ മുന്തിച്ചത്. ലിർ റജുലൈനി അവിടെ ജാർ മജ്റൂറിൻ്റെ സ്ഥാനത്ത്, ലി എന്നുള്ളത് ജാറാണ്. അർ റജുലൈനി മജ്റൂറാണ്. അപ്പോൾ മജ്റൂറിൻ്റെ സ്ഥാനത്ത് എന്താണ്? അർ റജുലൈനി മജ്റൂറൻ ബിൽ യായി, അവിടെ യാവ് കൊണ്ടാണ് ജർ ചെയ്യപ്പെട്ടത്. അപ്പോൾ റജുലൈനി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണത്? മുസന്നക്ക് റഫിൻ്റെ സമയത്ത് അലിഫ് കൊണ്ടും നസ്ബും ജറും യാവ് കൊണ്ടുമാണ്. അതങ്ങ് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത പാഠം മുബത്തദയും ഖബറിനെ പറ്റി. 6ാമത്തെ പാഠത്തിൽ മുബത്തദ അൽ മുലാഹദാത്തു നഹ്വിയ ഗ്രാമർ ചർച്ചയിൽ അൽ മുബത്തദ അൽ ഖബറു, മുബത്തദയും ഖബറും, അതായത് ആഖ്യാതം, മലയാളത്തിൽ അങ്ങനെ പറയും. അപ്പോൾ മുബത്തദ എന്താ? വൽ മുബത്തദവും മുബത്തദയും വൽ ഖബറു ഖബറും ഖിലാഹും, അത് 2ഉം മർഫൂഅൻ, അത് 2ഉം റഫായിരിക്കും. അത് 2ഉം റഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഫൈറാബുഹുമ, അത് 2ൻ്റെ ഇറാബ് അർ റഫു, റഫ് ആണ് അത് 2ൻ്റെ ഇറാബ്. അൽ ഖബറു, വേറൊരു കാര്യം പറയാം. അൽ ഖബറു, ഖബർ യുതാബിഖുൽ മുബത്തദ, മുബത്തദയോട് യോജിക്കും. ഫിൽ ഇഫ്രാദി ഏകവചനത്തിലും, വ തസ്നിയത്തി ദ്വിവചനത്തിലും, വൽ ജമി ബഹുവചനത്തിലും, വ തദ്കീരി മുദക്കറിലും, വ തഅനീസി സ്ത്രീലിംഗത്തിൽ, അതായത് വ തദ്കീരി പുല്ലിംഗം, വ തഅനീസി സ്ത്രീലിംഗം. ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളിൽ എന്താണ്? യോജിക്കും. നമുക്കത് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം കേട്ടോ. അൽ അംസ ഉദാഹരണം. അൽ മുഅ്മിനു വിശ്വാസി കരീമൻ മാന്യനാണ്. അവിടെ നോക്കിക്കേ, അൽ മുഅ്മിനു എന്നുള്ളത് മുബത്തദയല്ലേ, മുബത്തദക്ക് ഇറാബ് റഫാണ്. കരീമൻ എന്നത് ഖബറാണ്. മുഅ്മിനാകുന്നത് കരീമൻ, അവൻ മാന്യനാണ്. അപ്പോൾ ഇവിടെ കരീമൻ എന്നുള്ളത് ഖബറാണ്, ഖബറിന് ഇറാബും റഫാണ്. ഇവിടെ വേറെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? കരീമൻ എന്ന ഖബർ മുബത്തദയോട് ഏതൊക്കെ കാര്യങ്ങൾ യോജിച്ചു? മുഅ്മിൻ എന്നുള്ളത് ഒരു മുഅ്മിനല്ലേ. മുഅ്മിൻ എന്ന് പറയുമ്പോൾ അവിടെ കരീമൻ എന്നുള്ളതും എന്താണ്? മുഫ്രദ് തന്നെയാണ്, അതായത് ഏകവചനങ്ങളാണ്. അതുപോലെ തന്നെ മുഅ്മിൻ എന്നുള്ളത് പുല്ലിംഗമാണല്ലോ, പുല്ലിംഗമാണ്. അപ്പോൾ കരീമൻ എന്നുള്ളതും പുല്ലിംഗമായി. ആ പുല്ലിംഗമാണെങ്കിൽ മുബത്തദ പുല്ലിംഗമാണ്, ഖബറും പുല്ലിംഗമായിരിക്കും. മുബത്തദ ഏകവചനമാണെങ്കിൽ ഖബറും ഏകവചനമായിരിക്കും. ഇനി മുബത്തദ ദ്വിവചനമാണെങ്കിൽ ഖബറും ദ്വിവചനമായിരിക്കും. അങ്ങനെ അത് മനസ്സിലാക്കണം. ഇനി 2ാമത് അൽ മുഅ്മിനത്തു കരീമത്ത്, അൽ മുഅ്മിനത്തു വിശ്വാസിനിയായ സ്ത്രീയാകുന്നത് കരീമത്തൻ, അവളും
എന്താണ് മാന്യയാണ്, അല്ലെങ്കിൽ ആദരവുള്ളവളാണ്. ഇവിടെ നോക്കിക്കേ, അൽ മുഅ്മിനത്ത് എന്നുള്ള മുബത്തദക്ക് ഇറാബ് റഫാണെന്ന് പറഞ്ഞു. അപ്പോൾ മുബത്തദ അവിടെ എന്തായിട്ട് വന്നിട്ടുണ്ട്? മുഫ്രദിൻ്റെ പദമാണ്. മുഅ്മിനത്തു എന്ന് ഒരു മുഅ്മിനത്ത് എന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ അതെന്തും കൂടിയാണ്, തഅനീസും കൂടി, അതായത് സ്ത്രീലിംഗം കൂടിയാണ്. ഉണ്ടല്ലോ, താഴെ നിലക്കും അല്ലാതെയും മുഅ്മിനത്തു എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പോൾ കരീമത്തൻ എന്നതും എന്തായി? സ്ത്രീലിംഗമായി. അപ്പോൾ മുഅ്മിനത്ത് എന്നുള്ള മുബത്തദ അത് ഏകവചനവും സ്ത്രീലിംഗവുമായപ്പോൾ അതിൻ്റെ ഖബറും ഏകവചനവും സ്ത്രീലിംഗവുമായി എന്നാണ്. ഇനി അൽ മുഅ്മിനാനി കരീമാനി, രണ്ട് വിശ്വാസികൾ കരീമാൻ ആദരവുള്ളവരാണ്. അപ്പോൾ അൽ മുഅ്മിനാനി എന്നുള്ളത് എന്താണ്? ദിവചനമാണ്. അപ്പോൾ കരീമാനി എന്നുള്ള ഖബറും ദിവചനമായി വന്നു. അപ്പോൾ അവിടെ റഫാകുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടല്ലോ, മുബത്തദക്ക് റഫാണ്. ഇവിടെ ദിവചനമാണ് മുബത്തദായി വന്നത്. അപ്പോൾ അവിടെ അലിഫ് കൊണ്ട് റഫ് ചെയ്യണം. കരീമാനി എന്നതും എന്താണ്? അതിൻ്റെ അതും ഖബറാകും, അതിന് ഇറാബും എങ്ങനെയാണ്? റഫാണ്. റഫ് ഇവിടെ കരീമാനിക്ക് റഫ് എങ്ങനെ കൊടുത്ത? അലിഫ് കൊണ്ട്. കാരണം എന്താണ്? ദിവചനമാണല്ലോ. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് നമുക്ക് ഇവിടെ മനസ്സിലാക്കണത്. ഇനി 4 അൽ മുഅ്മിനത്താനി കരീമത്താനി, രണ്ട് വിശ്വാസിനികൾ കരീമത്താനി, രണ്ട് വിശ്വാസിനിയായ സ്ത്രീകൾ കരീമത്താൻ, അവർ രണ്ടുപേരും മാന്യന്മാരാണ്, ആദരവുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയും അൽ മുഅ്മിനത്താനി അവിടെ സ്ത്രീലിംഗമാണ്. അപ്പോൾ കരീമത്താനി എന്നുള്ളത് സ്ത്രീലിംഗമായി. അൽ മുഅ്മിനത്താനി എന്നുള്ളത് ദിവചനമായപ്പോൾ കരീമത്താനി എന്നുള്ളതും ദിവചനമായി. പിന്നെ റഫിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലിഫ് എന്താണ്? അലിഫ് കൊണ്ടാണ്. ഇനി അൽ മുഅ്മിനൂന കിറാമൻ, അവിടെ നോക്കാം. ഇനി അൽ മുഅ്മിനൂന വിശ്വാസികളായ പുരുഷന്മാർ കിറാമൻ മാന്യന്മാരാണ്. അവിടെ അൽ മുഅ്മിനൂന എന്നുള്ളത് ഇവിടെ ശരിക്കും എന്താ? അത് മുഅ്മിനൂന എന്നുള്ളത് മുബത്തദ എന്നുള്ളത് ജമ്മാണ്, ജമ്മിൻ്റെ പദമാണ്. അപ്പോൾ കിറാമൻ എന്നും ജമ്മായി വന്നു. അപ്പോൾ മുബത്തദക്ക് അത് നമ്മൾ ജമ്മിൻ്റെ കിറാമ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അവിടെ എന്തായിരിക്കും? ജമ്മിന് എന്തായിരിക്കും? അവിടെ വാവ് കൊണ്ടാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. അൽ മുഅ്മിനൂന കിറാമൻ. ഇനി 6 അൽ മുഅ്മിനാത്ത് കരീമാത്ത്, അൽ മുഅ്മിനാത്തു മുഅ്മിനീങ്ങളായ സ്ത്രീകൾ കരീമാത്തുൻ, അവർ എന്താണ്? മാന്യതയുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ ഇത് തന്നെ എന്ത് സംഭവിച്ച? മുഅ്മിനാത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ്, ജമ്മുവാണ്. അപ്പോൾ കരീമാത്ത് എന്നുള്ളത് സ്ത്രീലിംഗവുമായി ജമ്മുവായി വന്നു. അപ്പോൾ ഈ ഇറാബിൻ്റെ ചിലത്, അതായത് ജമ്മിലുള്ള ഇറാബൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, അത് പിന്നെ വരും. ഒക്കെ വാവ് കൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ലാഹിറത്തായ ലൊമ്മത്ത് കൊണ്ടൊക്കെ വരും. അത് അവിടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്ര നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഖബറിനോട് മുബത്തദയോട് ഖബർ 5 കാര്യങ്ങളിൽ എന്ത് ചെയ്യും? 5 കാര്യങ്ങൾ പറയണമല്ലോ, അതിൽ എത്ര എണ്ണത്തിൽ യോജിക്കണം? 5 കാര്യങ്ങൾ യോജിക്കും. 5 കാര്യം ഒരുമിച്ച് വരെയൊന്നുമില്ല, 2 എണ്ണം വരുള്ളൂ. അതായത് മുഫ്രദാണെങ്കിൽ മുഫ്രദ് നിലക്ക്, തസ്നിയാണെങ്കിൽ തസ്നിയ നിലക്ക്, ജമ്മാണെങ്കിൽ ജമ്മായിട്ട് വരും. പിന്നെ പുല്ലിംഗം സ്ത്രീലിംഗം, അതും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.